ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് അങ്ങനെ നമുക്ക് ഫെയിലായിട്ടൊന്നും പോകുന്ന ഒരു റെസിപ്പി അല്ല ഇത്. ആർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പാണ്. അങ്ങനെ 2 കപ്പ് 500 മില്ലി പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാല് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്യാരമലാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാനിതുപോലെ ചെറുതായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ വശവും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് കളർ വരേണ്ട കാര്യമില്ല. ഇതുപോലെ ഈ ഒരു ലൈറ്റ് കളർ മതി. ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഒരുപാട് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത് മതി. ഇനി നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്ന പാല് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ. തിളച്ച പാലായതുകൊണ്ട് തന്നെ മുഴുവനും കൂടെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിളച്ച് തൂവി അങ്ങ് പോകും. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഈ ഒരു പഞ്ചസാര പാനി ഒന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അത് കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഇതുകൊണ്ടോ. ഇപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് മുട്ടയുടെ ഒരു സ്മെല്ല് മാറാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ഒരു പാലുണ്ടല്ലോ, പാലിൻ്റെ ഒരു മിക്സ്, അതിപ്പം പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് തണുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് ചൂടും പാടില്ല. ഒരു ചെറിയ ചൂട് വേണം. ആ ഒരു ചെറിയ ചൂടിൽ ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പാലിന് നല്ല ചൂടുണ്ടെങ്കിൽ ഇതങ്ങ് വെന്ത് പോകും മുട്ട. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ മുട്ടയുടെയോ പാലിൻ്റെ പാടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സ്റ്റീം ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഏത് പാത്രം എടുക്കാം. ഇനി ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ആവിയിൽ വെക്കുന്ന സമയത്ത് ആവി വെള്ളമൊക്കെ ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ലൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുത്താലും മതി. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിൽ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് മാറ്റിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ ആ ഒരു ആവി വെള്ളം നമുക്കിതിലേക്ക് വീഴും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഈ ഒരു നട്ട്സൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബദാമോ കാഷ്നട്ടോ അല്ല പിസ്ത ഏത് വേണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൂടുതൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറിലൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിലോ മറ്റോ വെച്ചാലും മതി. ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇതൊരിക്കലും ഫെയിലായിട്ട് പോകുന്ന ഒരു പുഡിങ് അല്ല. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും, വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.